ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ശരിയാണ്, പലതരത്തിലുള്ള കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. എന്തായാലും ടെൻഷൻ ആകണ്ട, ഞാൻ ഇനി തുടർന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അതായത് നമുക്ക് ഒരുമിച്ച് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നേ എൻ്റെ കയ്യിലുള്ളൊരു റാങ്ക് ഫയലിനെ ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇത് ഫോക്കസ് അക്കാഡമിയുടെ ഒരു റാങ്ക് ഫയലാണ്. ഇതിന് 750 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങിയത് യൂട്യൂബുകളിൽ നിന്നുള്ള റിവ്യൂസ് കണ്ടിട്ടാണ്, മീഷോയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഈ റാങ്ക് ഫയലിൽ മെയിനായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ഫയലായിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തേക്കുന്നത്. പുതിയ സിലബസിനനുസരിച്ചിട്ടാണ് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി റാങ്ക് ഫയലായിട്ട് ഇവർ SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ഈ ഫോക്കസ് അക്കാഡമി ഈ ഒരു റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കണ്ടോ, നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരുന്ന് കാണുന്നതാണ് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിൽ സിലബസ് അവർ ആഡ് ചെയ്തേക്കുന്നത് PSC എങ്ങനെയാണോ നമുക്ക് ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിനുള്ള ഒരു സിലബസ് തന്നേക്കുന്നത്, അതേ രീതി തന്നെയാണ് അവർ കണ്ടൻറ്റ് തിരിച്ചിട്ട് അവർ പോയിൻ്റ് വൈസായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ടിക്ക് മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഹോട്ട് ടോപ്പിക്സുകളാണ്. ഈ ഹോട്ട് ടോപ്പിക്സുകളൊക്കെ പെട്ടെന്ന് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ, നമ്മൾക്ക് തപ്പി നടക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതലും ഈ ഒരു റാങ്ക് ഫയലല്ല ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. അതുകൊണ്ട് തന്നെ ഇത് അധികം ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് കംപ്ലീറ്റ് കണ്ടൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറയാനൊക്കില്ല. പിന്നെ ചുരുക്കത്തിൽ നമുക്കൊരു ഫസ്റ്റ് ഒരു അപ്പിയറൻസ് കൊടുക്കുമ്പോൾ തന്നെ പോയിൻ്റ് വൈസ് ആയിട്ടാണ് മാക്സിമം അവർ SCERT പോയിൻറ്റ്സുകൾ, അതായത് SCERT ടെക്സ്റ്റ് ബുക്കിലെ പോയിൻറ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുൾ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇപ്പോഴുള്ളൊരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വായനയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ അധികം റാങ്ക് ഫയലൊന്നും യൂസ് ചെയ്യാത്തവരാണ് കൂടുതൽ യൂട്യൂബുകൾ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ നോട്ട്സൊക്കെ കിട്ടുന്നത് അവൈലബിലിറ്റി നോക്കി നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് മേടിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഞാനിത് വായിച്ചെടുത്തോളം കൂടുതൽ പോയിൻറ്റ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പോയിൻ്റ് വൈസ് ആയിട്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷേ എല്ലാ പോയിൻറ്റ്സും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കത്തിൽ എല്ലാ റാങ്ക് ഫയലും ഉള്ളതുപോലെ തന്നെ കണ്ടൻറ്റുകൾ ഇവർ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങളുടെ ആ വലിപ്പവും ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളൊരു ത്വര കൂട്ടുന്ന ഒരു തരത്തിലാണ് അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാനിതിൽ മെയിനായിട്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സുകളാണ് കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നോക്കി അത്രയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു റാങ്ക് ഫയൽ തന്നെയാണ്. ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്ക് കൂടി വാങ്ങാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലത്തെ കാര്യം എനിക്ക് അറിയില്ല, അതിലുണ്ടോയെന്ന് അറിയില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഹോട്ട് ടോപ്പിക്സുകളൊക്കെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ കേരള കലാപവും പ്രക്ഷോഭങ്ങളുടെയൊക്കെയാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഈ വൈക്കം സത്യാഗ്രഹവും മലബാർ കലാപം വരുന്നതും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രക്ഷോഭങ്ങളും അവർ വർഷവും നേതൃത്വം നൽകിയതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുൻവർഷത്തെ ഒരു ചോദ്യപേപ്പറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റു റാങ്ക് ഫയലിനകത്ത് ഇല്ലാണ്ട് ചില പോയിൻറ്റ്സുകൾ ഇതിനകത്തുണ്ട്, പക്ഷേ എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ മാത്രം ബേസ് ചെയ്യാതെ നിങ്ങൾ മറ്റ് റാങ്ക് ഫയലും കൂടെ റെഫർ ചെയ്ത് നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നത്, അത് ഒരു റാങ്ക് ഫയലിൽ നിന്ന് മാത്രമാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല റാങ്ക് ഫയൽ റെഫർ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ റാങ്ക് ഫയലും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിലർ റാങ്ക് ഫയൽ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. ചില യൂട്യൂബ് ക്ലാസ്സുകൾ തന്നെ നമുക്ക് ചിലപ്പോൾ പ്രയോജനമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് മുന്നേ ഉള്ളൊരു എക്സാമിനൊക്കെ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് യൂട്യൂബ് ക്ലാസ്സുകളെന്ന് പറയുന്നത്.
ഈ ആസ്ഥ അക്കാഡമിയുടെ ഹിസ്റ്ററി ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ മുമ്പ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു സാറ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത്രമാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ റിവിഷൻ ചെയ്ത് പിന്നെ എക്സാമൊക്കെ എഴുതുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. കാരണം നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ആവുക എന്ന് പറയുന്നത് പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമ്മൾ പഠിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതല്ല, നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പഠിക്കണമെന്ന് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെല്ലാം തന്നെ ചിലത് ഈ ബോക്സിനകത്താക്കി കൊടുത്തേക്കുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം നമുക്ക് വായിക്കുന്നതിനേക്കാളും ഒരു ടോപ്പിക്കിനകത്തും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി അവർ ഹൈലൈറ്റ് ചെയ്ത് ബോക്സ് ചെയ്താണ് അവർ ആ പോയിൻറ്റുകൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുമെന്ന് തോന്നുന്നു. ആ ഒരു പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അവർ ചെറിയ ചെറിയ ബോക്സിനകത്താക്കിയിട്ട് പല പോയിന്റുകളും കാണിക്കുന്നുണ്ട്. കാരണം കൂടുതലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഇവരും ആ ഒരു റാങ്ക് ഫയൽ മേക്ക് ചെയ്തേക്കുന്നത്. ഞാൻ ഈ ഒരു റാങ്ക് ഫയൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കണമെന്ന് ആരോടും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പല കണ്ടൻറ്റും എനിക്ക് ഇതിനകത്ത് ഫില്ലാകാണ്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, നല്ലൊരു റാങ്ക് ഫയൽ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളും മറ്റ് റാങ്ക് ഫയൽ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഈ തൊഴിൽ വാർത്ത വായിക്കുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കിട്ടുന്നതും PSC ബുള്ളറ്റിൻ വായിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം തന്നെ നോക്കുമ്പോൾ PSC ചോദിച്ചേക്കുന്ന ഒരു മെയിൻ പാർട്ടെന്ന് പറയുന്നത് PSC ബുള്ളറ്റിനിൽ നിന്നാണ്. കറണ്ട് അഫേഴ്സ് ആണെങ്കിലും കൂടി നിങ്ങൾ കൂടുതലും PSC ബുള്ളറ്റിൻ കിട്ടുന്നവരാണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് മാത്സ് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തേക്കുന്നത് ഇത് സെയിം ഞാൻ ലക്ഷ്യയിൽ കണ്ടിട്ടുള്ള അതേ സെയിം ക്വസ്റ്റ്യൻസും എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ടോപ്പിക് അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പം പഠിച്ച് തുടങ്ങാത്തവർക്ക് കൂടി നമ്മൾ ബേസ് മുതൽ, അതായത് നമ്മുടെ ഒരു സിലബസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാവുന്ന രീതിയിലാണ് ഇവർ ഈ റാങ്ക് ഫയൽ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ആർക്കാണെങ്കിലും തുടക്കക്കാർക്ക് കൂടി വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു തരത്തിലുള്ളൊരു റാങ്ക് ഫയലാണിത്. പക്ഷേ എന്തൊക്കെ കിട്ടിയിരുന്നാലും നമ്മൾ പഠിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിരുന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഞാൻ വളരെയധികം നന്ദി പറയുവാണ്. നിങ്ങളിപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിന് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ.